ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാഹനത്തിൻ്റെ RC ബുക്ക് ട്രാൻസ്ഫർ നമുക്ക് സ്വന്തമായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്ന മെത്തേഡ്, നമുക്ക് 2-3 മെത്തേഡിൽ RC ബുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മൾ RT ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു മെത്തേഡുണ്ട്. ആധാർ OTP വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്. അപ്പം ഞാനിവിടെ കാണിക്കുന്ന മെത്തേഡ് ആധാർ OTP വെച്ചിട്ടാണ്. അതായത് വാങ്ങുന്ന വ്യക്തിയുടെയും വിൽക്കുന്ന ആളുടെയും ആധാർ OTP വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് RT ഓഫീസിൽ പോയി ഡോക്യുമെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഏകദേശം 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആളുടെ പേരിലോട്ടാണ് RC ബുക്ക് മാറ്റുന്നത്, ആ ആളുടെ പേരിലേക്ക് അത് മാറുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ആ സെയിം മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ, വാഹനത്തിൻ്റെ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു OTP വരും, അത് വെരിഫൈ ചെയ്താൽ നിങ്ങൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ തന്നെ ഈ വാഹനത്തിൻ്റെ RC ബുക്കിലും നിങ്ങൾ ലിങ്ക് ചെയ്യണം. ആ ലിങ്ക് ചെയ്യേണ്ട മൊബൈൽ നമ്പർ നിലവിലുള്ള RC ഓണറുടെയാണ് ലിങ്ക് ചെയ്യേണ്ടത്. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചെയ്ത ശേഷം വീണ്ടും ഇത്തരത്തിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളത് ആ വീഡിയോ കണ്ട് ലിങ്ക് ചെയ്തിട്ട് വീണ്ടും തിരികെ വന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇതേ രീതി ചെയ്താൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് RC ബുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി ലിങ്ക് ചെയ്തവരൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് അത് ലിങ്ക്ഡ് ആയിരിക്കും. ശേഷം ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. പരിവാഹൻ.gov.in വെബ്സൈറ്റ് ഓപ്പൺ ആവും. പരിവാഹൻ ഇതാദ്യം കാണുന്നതാണ്. അപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് പരിവാഹൻ അടിക്കുമ്പോൾ തന്നെ ഇത് വരും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ഹോം പേജ് വരും. ഇവിടെ ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്യുക, ഇവിടെ വെഹിക്കിൾ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് പേജിൽ ഇവിടെ നമുക്ക് RT ഓഫീസ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇവിടെ RT ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിലവിലുള്ള വാഹനം ഏത് RTOയിലാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. അങ്ങനെ പ്രൊസീഡ് കൊടുത്താൽ നെക്സ്റ്റ് പേജിൽ ഇവിടെയും പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷനിനകത്ത് ആണ് നമുക്ക് ആധാർ ലിങ്ക് ചെയ്യേണ്ടത്. ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ട് പോയി കാണുക. അതിനുശേഷം ഇവിടെ വന്നാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ, വാഹനം വിൽക്കുന്ന വ്യക്തിയുടെ OTP വെരിഫൈ ചെയ്യണം. അതുപോലെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ OTP വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സെല്ലർ എന്ന് പറഞ്ഞ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരും. ഇവിടെ നമുക്ക് അവരൊരു കൺഫർമേഷൻ പറയുന്നതാണ്, പ്രീ ചെക്ക്, നമ്മുടെ വാഹനത്തിന് NOC, അതായത് നമ്മുടെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓണർഷിപ്പ് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓണർഷിപ്പ് ഇൻഡിവിജ്വൽ ആയിരിക്കും, ബിസിനസ് ഫേമിലേക്കുള്ള ഒന്നും വണ്ടി ആയിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് കൺഫർമേഷൻ കൊടുത്ത ശേഷം ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ശേഷം ഇവിടെ വാഹനത്തിൻ്റെ നമ്പരും ചേസസ് നമ്പറിൻ്റെ 5 അക്കവും ഇവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യുക. അങ്ങനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ അടുത്ത പേജിൽ ഇവിടെ മൊബൈൽ OTP ഉണ്ട്, ആധാർ OTP ഉണ്ട്. നമ്മളിവിടെ ആധാർ OTP വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസിങ് ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ റെഡ് കളറിൽ ഇത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഈ രണ്ടാമത്തെ ഓപ്ഷന്. അതിനുശേഷം വരുന്ന അടുത്ത പേജ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ആധാർ OTP സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ എന്ന് പറഞ്ഞ ഇത് വരും, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ നിലവിലുള്ള RC ഓണറുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ടിക്ക് മാർക്ക് താഴത്തെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിലവിലുള്ള RC ഓണറുടെ ആധാർ നമ്പരും OTP എല്ലാം കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആധാർ നമ്പർ കൊടുത്ത ടിക്ക് മാർക്ക് ഒന്ന് കൊടുത്ത ശേഷം ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നിലവിലുള്ള RC ഓണറിലെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക്, അതായത് ആധാർ നമ്പറാണ് കൊടുത്തത്, അപ്പോൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യുക. എനിക്കിവിടെ OTP വന്നിട്ടുണ്ട്. ആ OTP ഞാൻ അടിച്ചു കൊടുത്തു. ഇവിടെ വാലിഡേറ്റ് OTP കൊടുത്തു. അപ്പോൾ വാലിഡേറ്റ് OTP കൊടുക്കുമ്പോൾ ഇവിടെ അടുത്ത പേജിൽ നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് RC ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണ്. ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, ആ ഒരു കോളം. ശേഷം ഇവിടെ അടുത്ത പേജിൽ ഇവിടെ താഴേക്ക് ഇവിടെ ഓപ്പൺ ആവും. അതായത് നമ്മൾ വാഹനം ട്രാൻസ്ഫർ ചെയ്യുന്ന സെയില് അത് ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മുടെ ആ ഒരു വാഹനം വിറ്റ എമൗണ്ട്, ഡേറ്റ്, ഇൻഡിവിജ്വൽ, അങ്ങനെ ഓരോന്നൊക്കെ നമ്മളെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എത്ര രൂപയ്ക്കാണ് കൊടുത്തത്, ഇനി ഓണർഷിപ്പ് ടൈപ്പ് കൊടുക്കേണ്ടത് ഇൻഡിവിജ്വലാണ്. ഞാനൊരു ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിക്കാണ് കൊടുത്തത്. അപ്പോൾ ഓണർഷിപ്പ് എത്ര എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിലവിൽ ട്രാൻസ്ഫറി ബയേഴ്സ് ഡീറ്റെയിൽസ്, അതായത് വാഹനം നിലവിൽ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ഫാദർ അല്ല ഹസ്ബൻഡ് നെയിം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ഫാദറിൻ്റെ നെയിം ഇവിടെ കൊടുത്തു. വാഹനം വിറ്റ തീയതി, സെയിൽ ഡേറ്റ് താഴെ കൊടുക്കണം. ന്യൂ ഓണർ നെയിം, ഓക്കെ, പുതിയതായിട്ട് ആരാ വാങ്ങുന്ന അവരുടെ പേരിവിടെ കൊടുക്കണം. കാറ്റഗറി കൊടുക്കണം, ജനറൽ അങ്ങനെ ഉണ്ട്.
പിന്നെ ന്യൂ ഓണർ മൊബൈൽ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കണം, ന്യൂ ഓണർ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ന്യൂ ഓണറുടെ ആധാറും മൊബൈൽ നമ്പരും ലിങ്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ മാത്രമേ ഇവിടെ കൊടുക്കാവൂ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ പേര്, അതുപോലെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേര് ആധാറിലുള്ള അതേ രീതിയിൽ തന്നെ സ്പെല്ലിങ്ങുണ്ട്, കറക്റ്റ് സ്പെല്ലിങ്, കറക്റ്റ് സ്പേസ് എല്ലാം നോക്കി ടൈപ്പ് ചെയ്യുക. ശേഷം ഇവിടെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ തെറ്റാതെ, അതും ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം, തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി തെറ്റാതെ ഫില്ല് ചെയ്യുക. അപ്പം പുതിയതായിട്ട് വണ്ടി വാങ്ങുന്ന ആളുടെ മൊബൈൽ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യണം. ഓക്കെ, ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം. ഇവിടെ അവർ കാണിക്കുന്നുമുണ്ട്, നമ്മൾ ആധാർ OTP വെച്ചിട്ട് സെലക്ട് ചെയ്തതുകൊണ്ട് പുതിയതായിട്ട് വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആകുമെന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മൾ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, ഇവിടെ സേവ് കൊടുക്കുക. അങ്ങനെ ഇവിടെ ടിക്ക് മാർക്കും സേവും കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജനറേറ്റ് ആവും. ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക, നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇപ്പം തന്നെ നമ്മളുടെ വാഹനം വിൽക്കുന്ന ആളുടെ ഭാഗത്തു നിന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ റെഡിയായി. അപ്പം ഒരു ഭാഗത്തു നിന്നുള്ള ഏകദേശം ഒരു 50% നമുക്കിവിടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും വാഹനം മേടിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നുള്ള ആപ്ലിക്കേഷൻ കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകും. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഇവിടെ വന്ന് നിൽക്കും. വീണ്ടും നമ്മൾ ഇവിടുന്ന് വാഹനത്തിൻ്റെ നമ്പരും സ്റ്റേറ്റും RTOയും സെലക്ട് ചെയ്ത ശേഷം മുൻപോട്ട് പോകാം. ഒരുപക്ഷെ ഇവിടെ ഓൾറെഡി ഇവിടെ വാഹനത്തിൻ്റെ RTOയും സ്റ്റേറ്റും ഇവിടെ സെലക്റ്റഡ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ആ വാഹനത്തിൻ്റെ നമ്പർ മാത്രം ഒന്ന് അടിച്ചിട്ട് മുൻപോട്ട് ടിക്ക് മാർക്ക് എനേബിൾ ചെയ്തിട്ട് മുൻപോട്ട് പോകാം. പ്രൊസീഡ് കൊടുത്താൽ മതി. അങ്ങനെ പ്രൊസീഡ് കൊടുത്ത് മുൻപോട്ട് പോയാൽ നമ്മൾ ആദ്യം വന്ന ആ ഒരു പേജിൽ തന്നെ വരും. ഇവിടെ പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വന്ന ആ ഒരു പേജിൽ തന്നെ വരും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കണമെന്നില്ല, അല്ലാതെ ഹോം പേജിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഓൺലൈൻ സർവീസ് കയറിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ നമ്മുടെ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആപ്ലിക്കേഷനൂടെ കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ആയ ആപ്ലിക്കേഷൻ നമ്പർ, ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ല, ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വെരിഫൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. KL എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്പറുണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ആധാർ OTP സെലക്ട് ചെയ്യുന്നു, ആധാർ നമ്പർ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ആധാർ നമ്പർ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെയാണ്, ബയർ, അതായത് വാഹനം നമ്മൾ ആർക്കാണോ കൊടുത്തത് ആ വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ അവരുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ശേഷം ഇവിടെ താഴെയായിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് OTP പോകും. ഓക്കെ, ആ OTP അവരോട് ചോദിച്ച ശേഷം ഇവിടുന്ന് വാലിഡേറ്റ് OTP കൊടുക്കുക. OTP ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വാലിഡേറ്റ് OTP കൊടുക്കുക. ഇനി നിങ്ങൾ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് OTP പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആധാറിൻ്റെ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും റീസെൻറ്റ് OTP കൊടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ ട്രൈ ചെയ്താൽ ഒരു പക്ഷേ വീണ്ടും ചിലപ്പം OTP പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും വാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ ഒരു ഹോം പേജ് വന്ന് ആധാർ OTP സെലക്ട് ചെയ്ത് ആധാർ നമ്പർ അടിച്ചിട്ട് വീണ്ടും ആധാർ OTP വെരിഫൈ ചെയ്താൽ കിട്ടും. ചില സമയത്ത് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ OTP ചോദിച്ച് ഇവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ആധാർ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ അടുത്ത പേജിൽ ഇങ്ങനെ വരും. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പാണ്, ഓൾറെഡി അത് ടിക്ക് മാർക്ക് എനേബിൾ ആണ്. ഇവിടെ വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് നോമിനി ഉണ്ട്, ഇവിടെ നോ കൊടുക്കുക. ആഡ് നോമിനി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ആധാർ ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ആധാർ OTP വെച്ച് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇവിടെ സെയിം ആസ് കറണ്ട് അഡ്രസ്സ് വന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് അപ്പുറത്തെ അഡ്രസ്സ് ഇപ്പുറത്തോട്ട് വന്നോളും. ശേഷം നമുക്ക് ഇവിടെ ലാൻഡ് മാർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനം ഇനിയിപ്പോൾ ഏത് RTOയിലോട്ടാണ് മാറ്റേണ്ടത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് വാഹനം നിലവിൽ ആരാണ് മേടിക്കുന്നത് അവരുടെ RTOയുടെ പരിധിയിലുള്ള ആ ഒരു RTO ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാം, കൊല്ലത്തെ ഒരു വണ്ടി പത്തനംതിട്ടയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ കൊല്ലത്താണ് നിലവിലുള്ള RC ഓണർ. അപ്പം പത്തനംതിട്ട ഒരാളാണ് വാങ്ങുന്നതെങ്കിൽ പത്തനംതിട്ടയുള്ള RTO ഓഫീസിൻ്റെ പരിധിയിലാണ് അദ്ദേഹമെങ്കിൽ ആ ഒരു RTO ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ.
അതായത് വാഹനം മേടിക്കുന്ന ആളുടെ RTO ഓഫീസ് എവിടെയാണ് അതാണ് കൊടുക്കേണ്ടത്. ശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും പൊല്യൂഷൻ ഇൻഷുറൻസും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് 608 രൂപയാണ് ചാർജ് വരുന്നത്. 604, 608 അത് അങ്ങനെ ചാർജ് വരും. 600-നും 610-നും ഇടയ്ക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചാർജ് നമുക്ക് വരുന്നത് PVC കാർഡ്, അതായത് RC ബുക്കിൻ്റെ PVC കാർഡ് ആക്കുന്ന ചാർജ്, പോസ്റ്റൽ ഫീസ്, RC ബുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫറിൻ്റെ ഫീസ് എല്ലാം കൂടെയാണ് 610 രൂപയ്ക്കകത്ത് വരുന്നത്. ശേഷം ഇവിടെ കൺഫേം കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് മുൻപോട്ട് പോയാൽ ഇവിടെ ട്രഷറി സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് പ്രൊസീഡ് കൊടുത്ത് മുൻപോട്ട് പോയാൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. കാർഡോ UPI പേയ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഫീസ് കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത പേജിൽ ഇങ്ങനെ വരും. ഇവിടെ ഫോം 29 ഡൗൺലോഡ് ചെയ്യാം, ഫോം 13 ഡൗൺലോഡ് ചെയ്യാം. പ്രിൻറ്റ് റെസിപ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കാം. അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ അപ്ലോഡ് ഡോക്യുമെൻ്റ് ഉണ്ട്, ഫൈനൽ സബ്മിറ്റ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോം 29 സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിനകത്തിൽ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എവിടെയാണ് സൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ 30യും ഇതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ സൈൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് ഫോം 29. ഇവിടെ ഈ സൈൻ ഡേറ്റ് വിട്ടേക്കുന്ന ഈ ഭാഗത്തായിട്ട് മുകളിൽ നിലവിലുള്ള RC ഓണർ സൈൻ ചെയ്യണം. നിലവിലുള്ള RC ഓണറാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, താഴെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ കൊടുത്താൽ അതേ ഡേറ്റും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫോം 29 നിലവിലുള്ള RC ഓണർ സൈൻ ഇൻ ഡേറ്റും ഇതേ ഭാഗത്താണ് ചെയ്യേണ്ടത്. ഇനി ഫോം 30 നോക്കാം. ഫോം 30-കകത്തിൽ ഈ ആദ്യം കാണുന്ന ഈ താഴെ ഇവിടെയായിട്ട് വാഹനം നിലവിലുള്ള RC ഓണർ, വാഹനം വിൽക്കുന്ന വ്യക്തി ഇവിടെ സൈൻ ചെയ്യുക, ഇവിടെയായിട്ട് ഡേറ്റ് ഇടുക. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ കാണിക്കുന്ന ഇവിടെയായിട്ട് വാഹനം മേടിക്കുന്ന വ്യക്തി സൈൻ ചെയ്യണം. ഇവിടെയായിട്ട് ഇപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റ് വിടണം. അപ്പം ആദ്യം മുകളിൽ വാഹനം വിൽക്കുന്ന വ്യക്തി, താഴെ വാഹനം മേടിക്കുന്ന വ്യക്തി. ഇത്രയേ ഉള്ളൂ ഫോം 30. ഇതിനകത്തിൽ നമുക്ക് താഴെയുള്ളത് ഓഫീസ് യൂസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആധാറിനകത്തിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ഇനി അടുത്തത് ആധാറാണ്. ആധാർ വാഹനം വാങ്ങുന്ന വ്യക്തി, നിലവിൽ ആരുടെ പേരിലോട്ടാണ് RC മാറ്റേണ്ടത് അവരുടെ ആധാറിൽ ആ ആൾ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യണം. അത് അവരുടെ അഡ്രസ്സിനോട് ചേർത്ത്, ഫോട്ടോയോട് ചേർത്ത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് ലാസ്റ്റിൽ ആ ഫോട്ടോയിൽ വന്ന് നിൽക്കണം. സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യണം. തൊട്ട് താഴെ സൈനും ഫോട്ടോയിലോട്ട് ചേർന്ന് വന്ന് നിൽക്കണം. ആ രീതിയിൽ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യുക. ഇനി നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ഫോം 29, ഫോം 30, അതുപോലെ ആധാർ സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, പിന്നെ നിലവിൽ ഇപ്പോൾ ഉള്ള RC ബുക്ക്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത് ഒന്ന് PDF ആക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുക. ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്കാനർ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് PDF രൂപത്തിൽ 200 KB സൈസിന് താഴെ നിൽക്കണം. അത് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ വീണ്ടും വാഹൻ്റെ സൈറ്റിൽ ഇതേ രീതിയിൽ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുന്ന സിമ്പിളാണ്. ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ സ്റ്റാറ്റസിൻ്റെ ഇവിടെയായിട്ട് റീപ്രിൻറ്റ് റെസിപ്റ്റ് ഫോം എന്ന് പറഞ്ഞ ഇതുണ്ട്. ഇവിടെ റീപ്രിൻറ്റ് റെസിപ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് സെലക്ട് ചെയ്യുക, അതുപോലെ റെസിപ്റ്റ് നമ്പർ വെച്ച് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. KL എന്ന് തുടങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്പർ. ശേഷം ഇവിടെ ക്യാപ്ച കോഡ് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ വെരിഫിക്കേഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഷോ ഡീറ്റെയിൽസ് കൊടുത്താൽ ഇവിടെ അടുത്ത പേജിലായിട്ട് ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെ പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പ്രിൻറ്റ് റെസിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുക, എഗ്രി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ RC ബുക്ക്, ഇവിടെ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുന്നു, RC ബുക്ക് അപ്ലോഡ് ചെയ്യുന്നു. അത്തരത്തിൽ ഏജ് പ്രൂഫ് സെലക്ട് ചെയ്യുന്നു. ഏജ് പ്രൂഫിൻ്റെ അവിടെ നിങ്ങൾ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ആധാർ അറ്റസ്റ്റഡ് കോപ്പി, ഞാൻ നേരത്തെ പറഞ്ഞില്ല സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് ഫോം 29 ഉണ്ട്, ഫോം 30 ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 ഐറ്റംസ്, ഒന്ന് RC ബുക്ക്, ഏജ് പ്രൂഫിൻ്റെ അവിടെ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, ഫോം 29 30 ഞാൻ സൈൻ ചെയ്ത് കാണിച്ചു തന്നു, ആ സൈൻ ചെയ്തത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 4 ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചൂസ് ഫയൽ കൊടുത്താൽ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്താൽ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ആയിക്കോളും. അപ്പോൾ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇത് നമുക്ക് എന്താണ് റീവെരിഫൈ, അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മോഡിഫിക്കേഷനിൽ പോയിട്ട് അത് മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ വരും. അത് എഗ്രി കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ 4 ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുത്തിട്ട് ഇവിടെ അപ്ലോഡ് കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ആവത്തുള്ളൂ.
അങ്ങനെ ഇവിടെ അപ്ലോഡ് കൊടുത്താൽ അവിടെ വ്യൂ ഡോക്യുമെൻറ്റിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അത് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ 4 ഇതേ രീതിയിൽ ചെയ്യുക. അങ്ങനെ ഇവിടെ 4 ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ താഴെയായിട്ട് പ്രൊസീഡ് ഫർദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊസീഡ് ഫർദർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് പേജിൽ ഇവിടെ ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ട പേജിൽ എത്തിച്ചേരും. സ്റ്റെപ്പ് 3 ഇവിടെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾ പ്രൊസീഡ് ഫർദർ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ട പേജിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തെറ്റിയെന്നൊന്നും വിചാരിക്കേണ്ട, കറക്റ്റാണ്. അപ്പം എന്തെങ്കിലും സൈറ്റിലെ എറർ കാരണം അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും പിന്നെ സ്റ്റാറ്റസിൻ്റെ അവിടെ പോയിട്ട് റീപ്രിൻറ്റ് വെരിഫിക്കേഷൻ ഫോം ഞാൻ നേരത്തെ എടുത്തതിൻ്റെ കൂട്ട് തന്നെ ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരുക. വീണ്ടും ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. റീപ്രിൻറ്റ് റെസിപ്റ്റ് പ്രിൻറ്റ് കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻറ്റ് റെസിപ്റ്റ് കൊടുത്താൽ ഈ ഒരു പേജിൻ്റെ അവിടെ എത്തിച്ചേരും. ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ വന്നിട്ട് വീണ്ടും നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം എല്ലാം ഇത്രയേ ഉള്ളൂ, ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. വീണ്ടും നിങ്ങൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ് കൊടുക്കരുത്, കാരണം ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ്. വീണ്ടും ഫൈനൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 19-ാം തീയതിയാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഇപ്പോൾ 21-ആയി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആധാർ OTP വെച്ച് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് അതിനായിട്ട് ഗൂഗിളിൽ ഇതുപോലെ പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ഗൂഗിളിൽ പരിവാഹൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം. വെഹിക്കിൾ നമ്പർ വെച്ചിട്ടും സെർച്ച് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ KL എന്ന് തുടങ്ങുന്ന ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യണം. വെഹിക്കിൾ നമ്പർ വെച്ചിട്ടും സെർച്ച് ചെയ്യാം. ഞാനിവിടെ വെഹിക്കിൾ നമ്പർ കൊടുക്കുന്നു, വാഹനത്തിൻ്റെ നമ്പർ അടിക്കുന്നു. ശേഷം താഴത്തെ ആ ഒരു കോഡ് ഇവിടെ ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ശേഷം ഇവിടെ അടുത്ത പേജിൽ ഇങ്ങനെ വരും. ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം കിടക്കുന്നത് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ. നമ്മൾ മൊബൈൽ നമ്പർ ആധാറിൽ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഇവിടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിൻ്റെയാണ്. രണ്ടാമത് കിടക്കുന്ന ഇതാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ അടുത്ത ഇതിൽ താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ കൊടുത്തതല്ല. ഇവിടെ നമ്മുടെ ഫീസ്, പ്ലാസ്റ്റിക് കാർഡ് ടൈപ്പ്, പോസ്റ്റൽ ഫീസ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എല്ലാം ആധാർ OTP വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാസ്റ്റിക് കാർഡ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതൽ നമ്മുടെ PVC കാർഡ് രൂപത്തിലായിരിക്കും, നമ്മുടെ സ്മാർട്ട് കാർഡ് രൂപത്തിലായിരിക്കും നമ്മുടെ RC ബുക്ക് വരുന്നത്. അതാണ് ടോട്ടൽ നമുക്കിവിടെ 608 രൂപയായിട്ടുണ്ട്. 608 604 അത്ര ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും 610 രൂപയ്ക്ക് താഴെയാണ്. 600 610 രൂപയ്ക്ക് ഇടയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ. ഞാൻ 19-ാം തീയതി സബ്മിറ്റ് ചെയ്തു. 21-ാം തീയതി അത് അപ്രൂവലായി. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളുടെ നിലവിലുള്ള RC ഓണറിൽ നിന്ന് മാറി വാങ്ങിയ വ്യക്തിയുടെ RCയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ താഴെ കാണിക്കുന്നത് RC പ്രിൻറ്റിങ് പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിനെയും RC പ്രിൻറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ഓണറുടെ പോസ്റ്റ് വഴി വീട്ടിൽ വരും. പക്ഷേ അത് ഒരു 2-3 മാസം എടുക്കും, കാരണം നവംബർ തൊട്ടുള്ള പെൻഡിങ് ആണ്. അതിനുള്ള നടപടി എനിക്ക് തോന്നുന്നു ഏകദേശം ആദ്യം നവംബർ തൊട്ടുള്ള പെൻഡിങ് അയച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു തീർന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. അത് കുറേ നാളെടുക്കും. ഇപ്പോൾ RC നിലവിൽ പുതിയ ആളുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് RC ബുക്ക് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കണം. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.